everyone, it's me Harsha and welcome back to our channel. 2023 start mid of first month I new year new skincare tips but just a reminder including me skincare tips means അറിയാം എന്നാലും ഫോളോ ചെയ്യുന്നത് ഭയങ്കര കുറവാണ്. എന്നെയും ഒരു റിമൈൻഡ് ചെയ്യിപ്പിക്കുന്ന പോലത്തെ ഒരു വീഡിയോ ആണ് ഇത്. ദാറ്റ് യെസ് ഹർഷ യു മസ്റ്റ് ഡു ഓൾ ദീസ് സ്കിൻ കെയർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് സ്കിൻ കെയർ ടിപ്സ് ആണ് വീണ്ടും നമ്മളെ തന്നെ റിമൈൻഡ് ചെയ്യിപ്പിക്കാൻ പോണത്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ വീഡിയോയിലാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും നിര വീഡിയോ കണ്ട് നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് ടിപ്പ്, ഡു നോട്ട് സ്കിപ്പ് സൺസ്ക്രീൻ. നോ മാറ്റർ വാട്ട് ദ വെദർ ഈസ്, you must apply a good sunscreen എന്താ പറയുക, അത് നമ്മൾ വീട്ടിലാണെങ്കിലും ഔട്ട്സൈഡ് ആണെങ്കിലും നമ്മൾ ഇൻഡോർസ് ആണെങ്കിലും ഔട്ട്ഡോർസ് ആണെങ്കിലും പകലാണെങ്കിലും രാത്രി വേണ്ട പകലാണെങ്കിലും ഉച്ചയാണെങ്കിലും ഒരു ഏതൊരു ടൈം ആണെങ്കിലും നമ്മൾ മസ്റ്റായിട്ടും സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിരിക്കണം. ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ രാവിലെയൊക്കെ നമ്മൾ ഒബ്വിയസ്ലി കുളിച്ച് കഴിഞ്ഞിട്ട് സ്കിൻ കെയർ ചെയ്യുന്ന സമയത്ത് ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും. ഞാൻ പുറത്തോട്ടെങ്കിലും പോണില്ലെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കും. ഇപ്പം ഞാൻ റൂമിലിരിക്കുകയാണ്, എനിക്ക് സൺറൈസ് എൻ്റെ വിൻഡോസിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അതും എൻ്റെ സ്കിന്നിന് ഹാംഫുൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ താമസിക്കുന്ന നമ്മളല്ലെങ്കിൽ ജീവിക്കുന്ന നമ്മൾ ഇപ്പോൾ സർവൈവ് ചെയ്യുന്ന ഈ ഒരു എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഹാംഫുൾ ആയിട്ടുള്ള എൻവയൺമെൻ്റ് ആണ്. നമ്മൾ എല്ലാ ന്യൂസിലും എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഡൽഹി സൈഡിലൊക്കെ ഭയങ്കര പൊല്യൂഷനാണ്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ കേരളത്തിലും ഉണ്ട് ഒരു ഗുഡ് എമൗണ്ട് ഓഫ് പൊല്യൂഷൻ ഉണ്ട്. ഇത്ര കാറ്, ഇത്ര പുക, അത് ഇതൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ സ്കിൻ ഡാമേജ് ആവാതിരിക്കണം എന്നുണ്ടെങ്കിൽ വി മസ്റ്റ് അപ്ലൈ എ ഗുഡ് സൺസ്ക്രീൻ. അത് കൂടാണ്ട് തന്നെ നമ്മുടെ ഏജിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ കുറച്ച് ഒരു 30+, 35+ ഒക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറച്ച് സ്കിൻ ഇങ്ങനെ ഡാമേജ് ആയതുപോലെയൊക്കെ തോന്നും. അത് നമ്മുടെ ഏജിങ്ങിൻ്റെ സൈൻസ് ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഏജിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. അതുമല്ല, നമുക്ക് UV റേസിൽ നിന്നും നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും ഒരു പെർസെൻറ്റേജ് വരെ നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ UV റേസ് ഡാമേജ് ആക്കില്ല. എസ്പെഷ്യലി നമ്മൾ ഡേ ടൈമിൽ ഒരു UV പ്രൊട്ടക്ടർ അല്ലെങ്കിൽ ഒരു സൺസ്ക്രീൻ മസ്റ്റായിട്ടും അപ്ലൈ ചെയ്യേണ്ടതാണ്. സെക്കൻഡ് ടിപ്പ്, അപ്ലൈ മോയ്സ്ചറൈസർ ഓൺ ഡാംപ് സ്കിൻ. യെസ്, നമ്മൾ ഇതിൽ വ്യത്യാസമുണ്ട്. നമ്മൾ പറയും അപ്ലൈ മോയ്സ്ചറൈസർ, പക്ഷെ ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് അപ്ലൈ മോയ്സ്ചറൈസർ ഓൺ ഡാംപ് സ്കിൻ. ഡാംപ് സ്കിൻ അതായത് നമ്മൾ ഇപ്പോൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞ് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ഫേസൊക്കെ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് സ്കിന്നിന് ചെറിയൊരു നനവുണ്ടാവില്ലേ, ആ നനവോടെ തന്നെ ആ ഡാംപ്നെസ് ഉള്ളപ്പോൾ തന്നെ നമ്മൾ ഫേസിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ശരിക്കും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്പാണിത്. ഞാനിപ്പോൾ ഇത് മാത്രമാണ് ഫോളോ ചെയ്യാറ്. പകലായാലും ഡേ ടൈമിൽ അല്ലെങ്കിൽ നൈറ്റ് ടൈമിലൊക്കെ ഞാൻ സ്കിൻ കെയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഫേസ് കഴുകിയിട്ട് വരണമെന്നില്ല, എനി കൈൻഡ് ഓഫ് മേസ്റ്റ് നമ്മൾ ഫേസിൽ ടോണർ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുക. ഇപ്പം ഞാൻ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞു, ഫേസ് ഒന്ന് ടാപ്പ് ഡ്രൈ ചെയ്ത് ഞാൻ ഉടനെ തന്നെ ഒരു ടോണർ അപ്ലൈ ചെയ്യും. ടോണർ അപ്ലൈ ചെയ്ത് ഒരു കുറച്ച് ഫ്യൂ സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് തന്നെ ഞാൻ എൻ്റെ മോയ്സ്ചറൈസർ അല്ലെങ്കിൽ സീറം അല്ലെങ്കിൽ എന്താണോ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് അപ്ലൈ ചെയ്യും. എസ്പെഷ്യലി മോയ്സ്ചറൈസർ. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ആ ഒരു മോയ്സ്ചറൈസർ നമ്മുടെ സ്കിന്നിൻ്റെ ഇൻ ഡെപ്ത് പെനിട്രേറ്റ് ആവും ആൻഡ് നല്ല റിസൾട്ട് ചെയ്യും. അതുപോലെ തന്നെ മേക്കപ്പ് ബേസിനെ നമ്മൾ മേക്കപ്പ് ഇടുന്നതിന് മുന്നേ നമ്മൾ ബേസായിട്ട് ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മേക്കപ്പ് ബേസ് നല്ല ഫ്ലോലെസ് ആയിരിക്കും ആൻഡ് നല്ല നാച്ചുറൽ ആയിട്ട് തോന്നും. ഞാനിപ്പോൾ എന്താ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒരു മേക്കപ്പ് ഒരു ടോണറാണ് അപ്ലൈ ചെയ്തേക്കുന്നത് ആൻഡ് ഒരു കൺസീലർ ഇട്ടിട്ടുണ്ട് ആൻഡ് ഒരു മോയ്സ്ചറൈസർ ഇട്ടു ആൻഡ് ഒരു ബ്ലഷ് ഇട്ടു. ക്യാൻ സീ എന്ത് നല്ലൊരു ഹെൽത്തി സ്കിന്നായിട്ട് നമുക്ക് തോന്നും, നല്ല സപ്പിളായിട്ട് നല്ല പ്ലംപി ആയിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടിപ്പ് നമ്മൾ മസ്റ്റായിട്ടും ഫോളോ ചെയ്യാം. തേർഡ് ടിപ്പ് എന്ന് പറയുന്നത് ഓൾവേസ് ഡബിൾ ക്ലെൻസ്. ഈ ഒരു ടിപ്പ് പറയുന്നതിന് മുന്നേ എനിക്ക് റിമൈൻഡ് ചെയ്യിപ്പിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ദാറ്റ് ഡു നോട്ട് sleep with your makeup on.
എത്രയൊക്കെ ടയർഡാണെന്ന് പറഞ്ഞാലും, എത്രയൊക്കെ വയ്യ, എത്രയൊക്കെ മടിയാണെന്ന് പറഞ്ഞാലും, പ്ലീസ് ജസ്റ്റ് ഡബിൾ ക്ലെൻസ് യുവർ ഫേസ്. ഒരു ഓയിൽ ബേസ്ഡ് ക്ലെൻസർ യൂസ് ചെയ്യുക, ദെൻ ഒരു ഫേസ് വാഷ് ചെയ്യുക. നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് സൂട്ട് ചെയ്യുന്ന ടൈപ്പ് ഡബിൾ ക്ലെൻസിങ് ആണ് ചെയ്യേണ്ടത്. ഞാൻ എപ്പോഴും ഒരു ഓയിൽ ക്ലെൻസിങ് ചെയ്യും, ദെൻ ഫേസ് വാഷ് ചെയ്യും. ഞാൻ ഡേ ടൈമിലായാലും നൈറ്റ് ടൈമിലായാലും ഞാനിത് സ്കിപ്പ് ചെയ്യാറില്ല. ഇറ്റ് ജസ്റ്റ് ടേക്ക് ഫ്യൂ മിനിറ്റ്സ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മൾക്ക് എന്താ പറയുക, നമ്മുടെ സ്കിൻ എന്ന് പറയുന്ന ഒരു ഓർഗന് ബ്രീത്ത് ചെയ്യണം, അതിനും റെസ്റ്റ് വേണം അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ശ്രദ്ധിക്കണം. എൻ്റെ ഒരു തോട്ടാണ് കേട്ടോ ഇത്. ദാറ്റ് നമ്മുടെ സ്കിൻ നന്നായിട്ട് റിലാക്സ്ഡ് ആവണം, അതിനും നല്ല ഉറക്കം കിട്ടും. നമുക്ക് ഉറക്കം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ഒട്ടും വർക്ക് ചെയ്യില്ല അല്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നും. നമ്മുടെ സ്കിന്നിന് ശരിക്കും റെസ്റ്റ് കിട്ടിയില്ല, നമ്മുടെ സ്കിന്നിന് ശരിക്കും ഉറക്കം കിട്ടിയില്ല എങ്കിൽ നല്ല നല്ല ഗസ്റ്റുകൾ നമ്മുടെ സ്കിന്നിൽ വരും അല്ലേ. എൻ്റെ സ്കിന്നിലും വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് സ്കിൻ കെയർ ചെയ്തില്ലെങ്കിൽ എൻ്റെ ഫേസും നമുക്ക് ക്ഷണിക്കാത്ത അതിഥികൾ നമ്മുടെ ഫേസിൽ വരും. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ഡബിൾ ക്ലെൻസ് ചെയ്തിട്ട്, ഇപ്പം നമ്മൾ പറയണം നമ്മൾ വീട്ടിൽ തന്നെയാണ്, ഫേസിൽ മേക്കപ്പ് ഒന്നുമില്ല, ഇല്ലെങ്കിൽ പോലും ഫേസ് മുഴുവൻ ദിവസം കഴിഞ്ഞിട്ട് അഴുക്കാവണം. ഓയിലിനെസ്, ഗ്രീസിനെസ്, ഡേർട്ട്, അങ്ങനെ പൊടി ഒക്കെ ആയിട്ട്. അതുകൊണ്ട് അത് മാറ്റാനും വേണ്ടിയിട്ട് ജസ്റ്റ് ഫേസ് വാഷ് ചെയ്താൽ മാത്രം പോരാ, ജസ്റ്റ് നല്ല ഒരു ഡബിൾ ക്ലെൻസിങ് മെത്തേഡ് ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ്. ഫോർത്ത് ടിപ്പ് എല്ലാവർക്കും അറിയാം, ബട്ട് ചെയ്യാൻ മടിക്കുന്നൊരു കാര്യമാണ് സ്റ്റേയിങ് ഹൈഡ്രേറ്റഡ്. യെസ്, ഞാൻ എൻ്റെ സ്കിൻ കെയർ ടിപ്പിൽ എല്ലാത്തിലും പറയാറുണ്ട് ദാറ്റ് ജസ്റ്റ് കീപ് യുവർ ബോഡി അല്ലെങ്കിൽ കീപ് യുവർ സ്കിൻ ഹൈഡ്രേറ്റഡ് ഓൾവേസ്. ലോട്ട്സ് ഓഫ് വാട്ടർ. നമുക്ക് വീട്ടിലാണെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് കുടിക്കാൻ പറ്റും, പക്ഷെ എന്നാലും നമുക്ക് കിച്ചണിൽ പോയിട്ട് വെള്ളം എടുത്ത് കുടിച്ച് ഭയങ്കര മടിയുള്ള കാര്യമാണ്, ഇൻക്ലൂഡിങ് മീ. ഓക്കെ, അപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ഇപ്പോൾ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം, എൻ്റെ ബോട്ടിൽ ഒരു ബോട്ടിൽ ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ വയ്ക്കും. എനിക്ക് റീച്ചബിൾ ആയിട്ടുള്ള ഏരിയയിൽ ഞാൻ വയ്ക്കും. അപ്പോൾ എനിക്ക് ആ ഒരു വെള്ളം ഞാൻ കുടിക്കും. ആൻഡ് ഒബ്വിയസ്ലി നമുക്ക് വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ ടോക്സിൻസ് എല്ലാം പോകും, നല്ല സ്കിൻ നല്ല ഹെൽത്തി ആവും. അറ്റ്ലീസ്റ്റ് ആ ഒരു ബോട്ടിലിൻ്റെ 3 തവണയെങ്കിലും ഞാൻ റീഫിൽ ചെയ്ത് കുടിക്കാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട്. പറ്റിയില്ലെങ്കിലും ഞാൻ ഒരു 1.5 ബോട്ടിലെങ്കിലും ഞാൻ കുടിക്കാനായിട്ട് നോക്കാറുണ്ട്. ഓക്കെ, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ ഞാൻ എംപ്റ്റി സ്റ്റമക്കിൽ ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കും, അത് കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആയിരിക്കണം ദാറ്റ് യെസ് എനിക്ക് വെള്ളം കുടിക്കണം. അല്ലാണ്ട് നമുക്ക് ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിച്ചിട്ട് കാര്യമില്ല. ദിവസം 1-2 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് നോ യൂസ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് നമ്മുടെ ബോഡി ഹൈഡ്രേറ്റഡ് ആക്കി വയ്ക്കുക. പല അസുഖങ്ങളും നമുക്ക് ഇതിൽ നിന്ന് മാറ്റാൻ പറ്റും നന്നായിട്ട് നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡയറ്റിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ നമുക്ക് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. വെള്ളം കുടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് അങ്ങനെ ഭക്ഷണം കഴിക്കുന്നുള്ള ഏർജ് വരില്ല. അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഫോമിൽ നന്നായിട്ട് ലിക്വിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കാം. ലാസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഹൈജീൻ എന്ന് പറയാനായിട്ട് just make sure that your brushes are clean, your hands are clean, before doing any kind of makeup. കാരണം നമ്മളിപ്പോൾ എൻ്റെ കൈ അഴുക്കാണ്, ഞാനിങ്ങനെ ഫേസിൽ ചെയ്തു, എന്തെങ്കിലുമൊക്കെ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ കൈയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എൻ്റെ സ്കിന്നിന് വരും. അതുപോലെ തന്നെ നമ്മുടെ മേക്കപ്പ് ബ്രഷസ് വീക്ക്ലി വൺസ് എങ്കിലും നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നതാണെങ്കിൽ വീക്ക്ലി വൺസ് എങ്കിലും നമ്മൾ മേക്കപ്പ് ബ്രഷസ് വാഷ് ചെയ്യുക, നന്നായിട്ട് ഡ്രൈ ചെയ്യുക, സൺലൈറ്റിൽ തന്നെ ഡ്രൈ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് നല്ല ഹെയർ ഡ്രയർ വെച്ചിട്ട് ഡ്രൈ ചെയ്യുക. ഞാൻ ഒരുപാട് മേക്കപ്പ് യൂസ് ചെയ്യുന്നില്ലെങ്കിലും ഞാൻ എൻ്റെ മേക്കപ്പ് ബ്രഷസ് ക്ലീൻ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഒരു സ്മെല്ല് വരും, നമ്മൾ ഫൗണ്ടേഷൻ, കൺസീലർ ഒക്കെ എല്ലാം ഒരു മോയ്സ്ചർ കണ്ടന്റ് അടങ്ങിയ എല്ലാം ഒരു വെറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രഷസ് ഒന്നും ഉണങ്ങില്ല, അങ്ങനെ പ്രോഡക്റ്റൊക്കെ ഇരിക്കുന്നത് കാരണം നല്ല സ്മെല്ലൊക്കെ വരും. അത് തന്നെ നമ്മുടെ സ്കിന്നിലോട്ട് ഭയങ്കര ജേംസ്, എനിക്കത് പറയാൻ പോലും ഭയങ്കര അൺഹൈജീനിക് ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ കൈകൾ, നമ്മുടെ മേക്കപ്പ് ബ്രഷസ് ഒക്കെ എപ്പോഴും ക്ലീൻ ആക്കി വെക്കുക. നമ്മൾ താമസിക്കുന്ന, നമ്മൾ നിൽക്കുന്ന ഒക്കെ ആ ഒരു എൻവയൺമെൻറ്റും ഏരിയയും ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കുക. അപ്പോൾ ഇതെല്ലാമാണ് ശരിക്കും നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം എന്ന് വിചാരിച്ചാലും ശ്രദ്ധിക്കാണ്ട് പോകുന്ന കാര്യങ്ങൾ. അപ്പം ഇതൊക്കെ മസ്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യുക.
നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ കിട്ടും. ഞാൻ പറഞ്ഞു, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ എനിക്കും ഒരു റിമൈൻഡർ ആയിട്ടാണ് ദാറ്റ് യെസ് ഹർഷ, നീയും ഇതൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ കുഞ്ഞൊരു വീഡിയോ. ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുൾ ആയി എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്കിനിയും അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ആൻഡ് ലവ് യു സെൽഫ്.